5 ലക്ഷം പൂക്കൾ കൊണ്ട് നിർമ്മിച്ച എമിറേറ്റ്സ് 380 എന്ന പടുകൂറ്റൻ വിമാനം. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഫ്ലോറൽ സ്ട്രക്ചറുകൾ. മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ലേക്ക് പാർക്കും സൂര്യകാന്തി പൂക്കളും. അതിശയിപ്പിക്കുന്ന ഫ്ലോറൽ കാസിലും അംബ്രല ടണലും. കാണാം മിറക്കിൾ ഗാർഡൻ എന്ന പൂക്കളുടെ വലിയ ലോകം. ദുബായ് മിറക്കിൾ ഗാർഡന് മുന്നിലാണ്. ഈ കാണുന്ന റോഡരികിൽ നിന്ന് ആരംഭിക്കുകയാണ് പൂക്കൾ കൊണ്ട് തീർക്കുന്ന വിസ്മയം. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡനാണിത്. ടിക്കറ്റ് എടുത്ത് ഈ കാണുന്ന വലിയ പൂക്കൂടകൾക്ക് ഇടയിലൂടെ വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. ഇവിടെ നിന്ന് നേരിട്ടോ ഓൺലൈൻ വഴിയോ ടിക്കറ്റ് എടുക്കാം. മുതിർന്നവർക്ക് 95 ദിർഹവും 3 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 80 ദിർഹവുമാണ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റൊക്കെ കാണിച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക 2 വലിയ കുതിരകളാണ്. പച്ചപ്പുല്ലുകൊണ്ട് നിർമ്മിച്ച 2 വലിയ രൂപങ്ങൾ. മുന്നിലായി നിറയെ പൂക്കളും. മെട്രോയിലോ ബസ്സിലോ ടാക്സിയിലോ ഇങ്ങോട്ടെത്താൻ സാധിക്കും. ബസ്സിലോ ടാക്സിയിലോ ആണെങ്കിൽ മിറക്കിൾ ഗാർഡന് തൊട്ടു മുന്നിലിറങ്ങാം. മെട്രോയിലാണ് വരുന്നതെങ്കിൽ മാൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിലോ ടാക്സിയിലോ ഇങ്ങോട്ടെത്താം. വലിയൊരു മരത്തടിയിൽ ചെടികളും പൂക്കളും ഉപയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. അരികിലായി പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മയിലുകൾ. അതിനു ചുറ്റുപാടും വിവിധ നിറങ്ങളിലുള്ള പൂക്കളാണ്. പൂക്കളുടെ മനോഹാരിത ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ്. ദുബായ് പോലെ മരുഭൂമിയായി കിടന്ന ഒരു സ്ഥലത്ത് ഇത്തരമൊരു മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാകണം ഗാർഡനകത്ത് സന്ദർശകർ കർശന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പൂക്കൾ പറിക്കാൻ പാടില്ല. പ്രൊഫഷണൽ ക്യാമറ, ഡ്രോൺ എന്നിവ ഗാർഡനുള്ളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി വെഡ്ഡിംഗ്, എൻഗേജ്മെന്റ്, മോഡലിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ ഷൂട്ടുകൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അധികാരികളിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണം. അതുപോലെ സൈക്കിൾ, പെറ്റ്സ്, ബോൾസ് എന്നിവയൊന്നും ഗാർഡനുള്ളിൽ അനുവദിക്കുന്നതല്ല. ഇതൊരു ഫ്ലവർ ക്യാസിലാണ്. ചെടികൾ കൊണ്ട് ഉണ്ടാക്കിയ ഭംഗിയുള്ള ഒരു രൂപം. ഫ്ലവർ ക്യാസലിന് തൊട്ടു മുന്നിലായി പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ആനയെയും കാണാം. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ കണ്ടു നിൽക്കാൻ അതീവ രസകരമാണ്. അങ്ങനെ നടന്ന് സൂര്യകാന്തികൾ നിൽക്കുന്ന ഒരിടത്തേക്കെത്തി. നടുവിലായി സൂര്യകാന്തി പൂക്കളും വശങ്ങളിലായി മറ്റു പൂക്കളും. വെള്ള, പച്ച നിറങ്ങളാൽ തീർത്ത ഒരു ബട്ടർഫ്ലൈയെയും ഇവിടെ കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് നടന്നങ്ങനെ നിരവധി കുടകൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭാഗത്തേക്കെത്തി. മുകളിൽ വിവിധ നിറങ്ങളിലുള്ള കുടകൾ തൂക്കിയിട്ടിരിക്കുന്നു. താഴെ ടൈലുകൾ പാകിയ ഒരു പാസേജാണ്. ഇവിടെ സന്ദർശകർക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെയായി ടേബിളുകളും ചെയറുകളും ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നും മുന്നോട്ട് നടന്നാൽ എത്തുക റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളുമൊക്കെയുള്ള ഒരിടത്തേക്കാണ്. അവിടെയെല്ലാം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ കടകളോട് ചേർന്നും നിറയെ പൂക്കൾ നിറഞ്ഞ ചെടികളാണ്. ഒരു റൂഫിംഗ് പോലെ അവയങ്ങനെ നിൽക്കുന്നു. അതിന് താഴെയായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അവയ്ക്കെല്ലാം പുറകിൽ ഒരു മതില് പോലെ നിരയായി മരങ്ങളുമുണ്ട്. ഗാർഡന് ചുറ്റും ഒരു വേലി പോലെ അതിരിൽ ഈ മരങ്ങളാണ്. ഇത് മിറക്കിൾ ഗാർഡനുള്ളിലെ ലേക്ക് പാർക്കാണ്. ഒരു വുഡൻ ബോട്ടും അതിൽ വെള്ളം കൊണ്ടും പൂക്കൾ കൊണ്ടും ചെയ്തിരിക്കുന്ന അലങ്കാര പണികളും കാണാം. ബോട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം ചെറിയൊരു ലേക്കിലേക്കാണ് ചാടുന്നത്. ലേക്കിൽ വലിയ വാട്ടർ വീലുകൾ കാണാം. അവയ്ക്ക് മുകളിലേക്ക് വെള്ളം വീഴുന്നതും അവ അങ്ങനെ കറങ്ങുന്നതുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെയുണ്ട്. വെള്ളവും വുഡൻ ബോട്ടും വാട്ടർ വീലുകളും പൂക്കളുമൊക്കെ ചേർന്ന് മനോഹരമായൊരു കോമ്പിനേഷൻ നമുക്കിവിടെ ആസ്വദിക്കാം.
ഏകദേശം 7 ലക്ഷം ലിറ്ററിലധികം വെള്ളമാണ് ഓരോ ദിവസവും ഗാർഡൻ നനയ്ക്കാനായി ഉപയോഗിക്കുന്നത്. ദുബായ് നഗരത്തിലെ മലിനജലം ശുദ്ധീകരിച്ചാണ് ഇതിനായുള്ള വെള്ളം കണ്ടെത്തുന്നത്. ഗാർഡൻ സന്ദർശിക്കുന്ന വേളയിലൊന്നും നമുക്കിവിടെ ചെടികൾ നനയ്ക്കുന്നവരെയോ ഗാർഡൻ പരിപാലിക്കുന്നവരെയോ കാണാനാകില്ല. സന്ദർശകരില്ലാത്ത രാത്രി സമയങ്ങളിലും സന്ദർശകർക്ക് അനുമതിയില്ലാത്ത സമയത്തുമാണ് അക്കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ ഇതുപോലെ ആക്സസറീസുകൾ വിൽക്കുന്ന ഷോപ്പുകളും ബോട്ടിൽ സാൻഡ് ആർട്ട് ഷോപ്പുകളുമൊക്കെയുണ്ട്. ഇവിടെ നടപ്പാതയിലൊഴികെ ബാക്കി എല്ലായിടത്തും പൂക്കളാണ്. വിവിധ രൂപങ്ങൾ ഉണ്ടാക്കി അവയെല്ലാം പൂക്കളാൽ പൊതിഞ്ഞിരിക്കുന്നു. 2013 ദുബായ് ലാൻഡും ദുബായ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പും ചേർന്ന് ഈ ഗാർഡൻ ഒരുക്കുന്നത്. 2013 ഫെബ്രുവരിയിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി. അതേ വർഷം ഒക്ടോബറിൽ രണ്ടാം ഘട്ടവും പൂർത്തിയാക്കി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സീസണിൽ മാത്രമേ ഇവിടം സന്ദർശിക്കാനാകൂ. ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ മിറക്കിൾ ഗാർഡൻ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റും ക്ലോസ് ചെയ്യുന്ന ഡേറ്റും ഇവരുടെ വെബ്സൈറ്റ് നോക്കി ഉറപ്പാക്കേണ്ടതാണ്. സീസണിൽ ലക്ഷക്കണക്കിന് സന്ദർശകരാണ് മിറക്കിൾ ഗാർഡൻ സന്ദർശിക്കാൻ ഇങ്ങോട്ടെത്തുന്നത്. അതുവഴി കോടിക്കണക്കിന് രൂപ വരുമാനമായി ദുബായിലേക്ക് എത്തുന്നു. ഇക്കാണുന്നത് ഒരു ഫ്ലോറൽ ക്ലോക്കാണ്. മനോഹരമായ പൂക്കളാൽ നിർമ്മിച്ച ആകർഷകമായ ഒരു ക്ലോക്കാണിത്. ഫ്ലോറൽ ക്ലോക്കിന് തൊട്ടടുത്ത് തന്നെയുള്ള മണ്ഡപം പോലിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് നടന്നു കയറുകയാണ്. ഒരു ഫ്ലവർ ആർച്ചും പിന്നിട്ട് മുകളിലെത്തിയാൽ വീടിന് സമാനമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു നിർമ്മിതി കാണാം. ഇവിടെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ഗാർഡന്റെ വിശാലമായ വ്യൂ നമുക്ക് ലഭിക്കും. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മയിലും വലിയ കോട്ടയും പുല്ലുകൊണ്ടുണ്ടാക്കിയ ആനയുമെല്ലാം അത്ഭുത നിർമ്മിതികൾ തന്നെയാണ്. പൂക്കളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു നടന്ന് വിവിധ വർണ്ണങ്ങളിൽ കുടകൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരിടത്തേക്കെത്തി. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അവിടെ നിന്നും നേരെ ചെല്ലുന്നത് അംബർല ടണലിലേക്കാണ്. അതിലൂടെ അങ്ങനെ മുന്നോട്ട് നീങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പൂക്കളാൽ നിർമ്മിതമായ എമിറേറ്റ്സ് A380 വിമാനമാണിത്. 5 ലക്ഷം പൂക്കളാണ് ഈ വിമാനം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന ഈ വിമാനത്തിന് മുന്നിലിരുന്ന് വേണമെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയുമാകാം. ഏതൊരാളെയും വിസ്മയിപ്പിക്കുന്ന ആ പുഷ്പ വിമാനവും കണ്ടങ്ങനെ വീണ്ടും മറ്റു കാഴ്ചകളിലേക്ക് നടന്നു. ഇവിടെ ഇതുപോലെ ജ്യൂസ്, കോൺ തുടങ്ങിയവയെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കടകളുമുണ്ട്. അതിനെല്ലാം തൊട്ടടുത്തായി ഇതുപോലെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഇരിപ്പിടങ്ങളും. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഗാർഡൻ സന്ദർശിക്കാനാകുക. ശനി ഞായർ ദിവസങ്ങളിൽ സന്ദർശന സമയം രാത്രി 11 മണി വരെ നീളും. കൂടാതെ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് പാർക്കിംഗ് ഏരിയ, വാഷ്റൂം, ഫസ്റ്റ് എയ്ഡ് റൂം, പ്രെയർ റൂം, ഡൈനിങ് ഏരിയ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ഫാൽക്കണുമായി ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാം. പക്ഷേ 25 ദിർഹം നൽകണം ഫാൽക്കണുമൊത്തൊരു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ അയാളെയും മറികടന്ന് മുന്നോട്ട് നടന്നു. ഇവിടെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും ഒരുപാടുണ്ട്. ഈ കാണുന്ന ഹാർട്ട് ഷേപ്പിലുള്ള ഫ്ലവർ സ്ട്രക്ചറാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. ഈ ഹാർട്ട് പാസേജിനുള്ളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോസ് എടുക്കുന്നത്. ഇതുപോലുള്ള ഒന്നിൽ കൂടുതൽ ഹാർട്ട് പാസേജുകൾ ഇവിടെയുണ്ട്. ഒരിക്കലും മറക്കാനാകാത്ത മനോഹരമായ കാഴ്ചകളുമായി മിറക്കിൾ ഗാർഡനോട് വിട പറയുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.